ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മിണ്ടാതിരിക്കൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ആമോസ് 5-ാം അധ്യായം 13-ാം വാക്യം. അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നു, ഇത് ദുഷ്കാലമല്ലോ. സംസാരിക്കാനുള്ള കഴിവ് കർത്താവ് നൽകുന്ന ശ്രദ്ധേയമായ ദാനങ്ങളിലൊന്നാണ്. എന്നിരുന്നാലും നമ്മൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കണമെന്നത് ഇതിനർത്ഥമല്ല. ദൈവമക്കളായ നമ്മൾ സന്തുലിതാവസ്ഥയിലും ജ്ഞാനം മനസ്സിലാക്കേണ്ടതുണ്ട്. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതിരിക്കണം. കീറാനൊരു കാലം, തുന്നാനൊരു കാലം, മിണ്ടാതിരിക്കാനൊരു കാലം, സംസാരിക്കാനൊരു കാലം എന്ന് സഭാപ്രസംഗി 3-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ടെന്ന് ജ്ഞാനിയായ ശലോമോൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിലർ ബാഹ്യമായി നിശബ്ദത പാലിച്ചേക്കാം, പക്ഷേ ഉള്ളിൽ നീരസമോ പിറുപിറുപ്പോ സൂക്ഷിക്കുന്നു. മറ്റു ചിലർ പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ ഒരു തീപ്പൊരി കോപത്തോടെ നിശബ്ദമായിരിക്കാം. നെറ്റിച്ചുളിക്കുന്നതോ ഭീരുവായതോ അസംതൃപ്തനായതോ പ്രതികരണ ബുദ്ധിയുള്ളതോ ആയ നിഷേധാത്മക നിശബ്ദതകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. ഇതിനു വിപരീതമായി വിശുദ്ധവും ദിവ്യവും സൗമ്യവുമായ നിശബ്ദതകൾ വിലപ്പെട്ടതും അനിവാര്യവുമാണ്. ദൈവമക്കളെ, നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ പഠിക്കുകയും നിശബ്ദതയുടെ ശിക്ഷണം വളർത്തിയെടുക്കുകയും ചെയ്യുക. നമ്മൾ നിശബ്ദത സ്വീകരിക്കുമ്പോൾ നമ്മൾ നിരവധി പാപങ്ങൾ ഒഴിവാക്കുകയും കോപം ഉണർത്തുന്നതോ ദോഷം വരുത്തുന്നതോ ആയ വാക്കുകൾ ഉച്ചരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു. തിരുവെഴുത്ത് പറയുന്നു, സൗമ്യമായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു, എന്നാൽ പരുഷമായ വാക്ക് കോപത്തെ ജ്വലിപ്പിക്കുന്നു എന്ന്. ഇത് സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. സംസാരത്തിന്റെ ദുരുപയോഗം കാര്യമായ ദോഷത്തിലേക്ക് നയിച്ചേക്കാം. വാക്കുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന 6 വഴികൾ ഒരിക്കൽ ഒരു നിരീക്ഷകൻ പട്ടികപ്പെടുത്തി. തെറ്റായി റിപ്പോർട്ട് ചെയ്യൽ, തെറ്റായി ഉദ്ധരിക്കൽ, തെറ്റിദ്ധരിക്കൽ, തെറ്റായി വ്യാഖ്യാനിക്കൽ, തെറ്റായി പ്രതിനിധീകരിക്കൽ, തെറ്റിദ്ധാരണ എന്നിവ. വഴിയരികിലെ ഒരു നീരുറവയിൽ 2 സ്ത്രീകൾ തർക്കിക്കുന്നതായി ഒരു കഥ പറയുന്നു. ഒരാൾ രോക്ഷത്തോടെ സംസാരിച്ചു, അവളുടെ വാക്കുകൾ കോപത്താൽ നിറഞ്ഞു. മറ്റൊരാൾ തുടക്കത്തിൽ അതേ ചൂടോടെ സംസാരിച്ചു, പെട്ടെന്ന് നിശബ്ദത തിരഞ്ഞെടുത്തു. പ്രതികരണത്തിന്റെ അഭാവത്തിൽ നിരാശയായ ആദ്യത്തെ സ്ത്രീ കൂടുതൽ കോപാകുലയായി. ഞാൻ വളരെയധികം സംസാരിച്ചു, ഞാൻ ഇനിയും കൂടുതൽ സംസാരിക്കുമെന്ന് വിളിച്ചു പറഞ്ഞു. പലപ്പോഴും നിശബ്ദതയാണ് ഏറ്റവും ബുദ്ധിപരമായ പ്രതികരണം. യോശുവയുടെയും യെരിഹോവയുടെയും മതിലുകളുടെയും ഉദാഹരണം പരിഗണിക്കുക. 6 ദിവസത്തേക്ക് ആളുകൾ നിശബ്ദമായി നഗരത്തിനു ചുറ്റും വലം വെച്ചു. 7-ാം ദിവസം അവരുടെ സ്തുതിഘോഷം മതിലുകളെ തകർത്തു. ആ 6 ദിവസത്തെ നിശബ്ദ അനുസരണം വിജയഘോഷം പോലെ തന്നെ നിർണായകമായിരുന്നു. ദൈവമക്കളെ, നിശബ്ദത ഒരു അനുഗ്രഹമാണെന്ന് ഓർമ്മിക്കുക. അത് ധ്യാനത്തിന് ഇടം നൽകുന്നു, സംഘർഷം ഇല്ലാതെയാക്കുന്നു, ദൈവത്തിന്റെ ശാന്തവും നേർത്തതുമായ ശബ്ദത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ നിശബ്ദരായിരിക്കണമെന്നും അറിയാൻ അവന്റെ ജ്ഞാനം അന്വേഷിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സെക്കരിയാവ് 2-ാം അധ്യായം 13-ാം വാക്യം. സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുൻപിൽ മിണ്ടാതിരിപ്പീൻ, അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നള്ളിയിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 5-6 അധ്യായങ്ങൾ, വൈകുന്നേരം മർക്കോസ് 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.